Now let's see Zeeman Effect as an application of Degenerate perturbation theory. Actually, we'll have to discuss this in terms of two different titles. For the time being, we will be talking about the general theory of Zeeman's effect. As you know, it involved the splitting of spectral lines, once again observed in the case of hydrogen, under the effect of an applied magnetic field. ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നോക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഹാമിൽട്ടോണിയൻ ഉണ്ടാകുന്ന ചേഞ്ച് ഇവാലുവേറ്റ് ചെയ്യണം. അതിൽ നിന്ന് പെർട്ടർബ്ഡ് പാർട്ട് ഓഫ് ഹാമിൽട്ടോണിയൻ ഐഡൻറ്റിഫൈ ചെയ്യണം. പിന്നെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഡീജനറസി ഇല്ല. നേരിട്ട് ഈ അപ്ലിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡിന് പ്രത്യേകിച്ച് റോളൊന്നും നോർമൽ സീമാൻ ഇഫക്റ്റിൽ നമുക്ക് പറയാനില്ല. അപ്പോൾ നമ്മളത് ഈ കേസിലും n=2 സ്റ്റേറ്റിൻ്റെ കാര്യത്തിലാണ് ചെയ്യുന്നത്. n=2 സ്റ്റേറ്റിൽ അപ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് സീമാൻ ഇഫക്റ്റിൻ്റെ ഈ ഒരു ജനറൽ ഡിസ്കഷനിൽ നമ്മൾ പറയുന്നത്. So when you are going to apply a magnetic field, for the time being again we consider this field to be a uniform field in the sense that this is acting along the z direction and is supposed to have a constant magnitude, say B. So B is in fact equal to B along the z direction, B z cap. ഇതിലപ്പോൾ ബി എന്ന് റെപ്രസെൻ്റ് ചെയ്തത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് എന്നർത്ഥം. ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്താൽ ഇഫക്റ്റീവ്ലി ആ മീഡിയത്തിന് അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന് ഒരു മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യലാണ് നമ്മൾ കൊടുക്കുക. ഇലക്ട്രിക് ഫീൽഡാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടൊരു ഇലക്ട്രിക് സ്കാലാർ പൊട്ടൻഷ്യലാണ് ആ സിസ്റ്റത്തിന് ലഭിക്കുന്നുണ്ടായിരിക്കുക. നിങ്ങൾ ഇലക്ട്രോഡൈനാമിക്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എല്ലാ സ്വഭാവവും അതുമായി ബന്ധപ്പെട്ട രണ്ട് പൊട്ടൻഷ്യലുകൾ ഉണ്ടാക്കുന്നതാണ്. ഒരു സ്കാലാർ പൊട്ടൻഷ്യലും മറ്റൊന്ന് വെക്റ്റർ പൊട്ടൻഷ്യലും. സ്കാലാർ പൊട്ടൻഷ്യൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആയിരിക്കും, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന് കറസ്പോണ്ടിങ് ആണ്. വെക്റ്റർ പൊട്ടൻഷ്യൽ മാഗ്നറ്റിക് ഫീൽഡിന് കറസ്പോണ്ടിങ് ആണ്. ആൻഡ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദി മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ ഈസ് ദാറ്റ് it is in fact a component of momentum. Once you multiply this by the charge of electron and divide by means of the velocity or velocity of any magnitude or velocity of light in free space specifically, this is precisely the fourth component of momentum. അങ്ങനെ വരുമ്പോൾ ഫലത്തിൽ ആ മീഡിയത്തിലുള്ള സിസ്റ്റം ഏതാണോ ആ സിസ്റ്റത്തിൻ്റെ മൊമെൻറ്റത്തിനാണ് ചേഞ്ച് സംഭവിക്കുക. മൊമെൻറ്റത്തിനുള്ള ചേഞ്ച് ഇതാണ്. പി ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്ന മൊമെൻറ്റം എങ്കിൽ ദാറ്റ് ചേഞ്ചസ് ഫ്രം പി ടു പി മൈനസ് ഇ എ ബൈ സി, വേർ പി ആൻഡ് എ ആർ വെക്ടർ ക്വാണ്ടിറ്റീസ്. And the Hamiltonian of the system will be then modified in terms of this expression. Hamiltonian kinetic energy plus potential energy ആണ്. Kinetic energy മൊമെൻറ്റം സ്ക്വയർ വരും. ഈ മൊമെൻറ്റം പി മൈനസ് ഇ എ ബൈ സി ആയിട്ട് മാറി. അപ്പോൾ പിക്ക് പകരമായിട്ട് നമ്മൾ പി മൈനസ് ഇ എ ബൈ സി എന്ന് എഴുതി. ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m പ്ലസ് വി, where v is the potential to which the electron in the hydrogen atom is subjected to. That is the electrostatic potential from the nucleus. ന്യൂക്ലിയർ പൊട്ടൻഷ്യലിന് വേറെയും കോമ്പോണൻസ് ഉണ്ടാവാം. ആ കോമ്പോണൻസ് ഒന്നും ഇപ്പം നമ്മൾ എടുക്കുന്നില്ല. ദാറ്റ് വി വിൽ ഡിസ്കസ് വൈൽ വി ടോക്ക് അബൌട്ട് ദി അനോമലസ് സീമാൻ ഇഫക്റ്റ്. ഫോർ ദ ടൈം ബീയിങ് വി കംപ്രൈസ് ഓഫ് സിംപ്ലി ദി ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഓഫ് ദി ഇലക്ട്രോൺ ഡ്യൂ ടു ഇറ്റ്സ് വിസിനിറ്റി വിത്ത് ദി proton at the nucleus of the hydrogen atom. So we now replace p minus EA by C is being say squared. അത് ഓപ്പറേറ്റേഴ്സ് ആണ്. അപ്പോൾ നേരിട്ട് ഐഡൻറ്റിറ്റി വെച്ച് സ്ക്വയർ ചെയ്യാൻ പറ്റില്ല. അതിന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് തന്നെ ചെയ്യണം. പി മൈനസ് ഇ എ ബൈ സി ഇൻറ്റു പി മൈനസ് ഇ എ ബൈ സി, ദാറ്റ് ഈസ് പി ഇൻറ്റു പി മൊമെൻ്റ് ഓപ്പറേറ്ററിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m. പിന്നെ പി ഇൻറ്റു ഈ ടേം, ദെൻ മൈനസ് ഇ എ ബൈ സി ഇൻറ്റു പി. അതിൽ രണ്ടിലും കോമൺ ആയിട്ട് മൈനസ് ഇ ബൈ സി കോൺസ്റ്റൻ്റ് ഉണ്ട്, ബൈ 2m ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പുറത്തെടുത്തു. മൈനസ് ഇ ബൈ 2m സി ഇൻറ്റു, ശരിക്ക് പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ പി ഡോട്ട് പി ആണ്. ഒരു ഓപ്പറേറ്റർ ആയാലും വെക്റ്റർ ആയാലും അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ്
the quantity with itself എന്നാണ്. അപ്പോൾ ശരിക്കും ഇവിടെ ഡോട്ട് പ്രൊഡക്റ്റ് ആണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ അവശേഷിക്കുന്നത് പി ഡോട്ട് എ എന്നും ഈ ടേമിൽ അവശേഷിക്കുന്നത് എ ഡോട്ട് പി എന്നും. ദാറ്റ് ഈസ് പി ഡോട്ട് എ പ്ലസ് എ ഡോട്ട് പി പ്ലസ് ലാസ്റ്റ് ടേം മൈനസും പ്ലസ് ആയി ഇ സ്ക്വയർ എ സ്ക്വയർ എ ഡോട്ട് എ സ്ക്വയർ തന്നെയാണ് ബൈ സി സ്ക്വയർ by 2m, that is e square a square by 2mc square plus v. Now you look at this third term. The e square ആണ് ന്യൂമറേറ്ററിൽ, ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ സ്ക്വയർ. പിന്നെ ഡിനോമിനേറ്ററിൽ വെലോസിറ്റീൻ്റെ സ്ക്വയർ. വലിയൊരു ക്വാണ്ടിറ്റി കൊണ്ട് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റീനെ ഡിവൈഡ് ചെയ്യാണ്. കമ്പയറിംഗ് വിത്ത് ദ സെക്കൻഡ് ടേം ഇ ബൈ സി, this term is extremely small, so we omit this quantity and we modify the Hamiltonian of the system as p square by 2m plus v ഒരുമിച്ച് എഴുതി minus e by 2mc into p dot a plus a dot p. p മൊമെൻറ്റം ആണ്, a മൊമെൻറ്റത്തിൻ്റെ ഒരു കോമ്പോണൻ്റ് ആണ്. ആ ഓപ്പറേറ്റർ അപ്പോൾ സെയിം, ഒരു ഓപ്പറേറ്ററിൻ്റെ കോമ്പോണൻസ് പരസ്പരം കമ്മ്യൂട്ടിംഗ് ആണ് എന്ന് നിങ്ങൾ ഒരു തിയറം പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ പി ഡോട്ട് എയും എ ഡോട്ട് പിയും ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂട്ടിംഗ് ആണ്. അപ്പോൾ അതിനെ നമുക്ക് 2 എ ഡോട്ട് പി എന്നോ 2 പി ഡോട്ട് എ എന്നോ എഴുതാം. എങ്ങനെ എഴുതിയാലും ഒരേ റിസൾട്ടാണ് കിട്ടുന്നത്. ഐ പ്രിഫർ ഇറ്റ് ടു ബി റിട്ടൺ ആസ് എ 2 എ ഡോട്ട് പി. സോ 2 vanishes and this becomes minus e by mc into a dot p. അപ്പോൾ ഇനി ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഹാമിൽട്ടോണിയൻ പി സ്ക്വയർ ബൈ 2m പ്ലസ് വി ആണ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത സമയത്ത് ഉള്ള ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഹാമിൽട്ടോണിയൻ, ആ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഹാമിൽട്ടോണിയൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് പ്ലസ് മൈനസ് ഇ ബൈ എം സി ഇൻറ്റു എ ഡോട്ട് പി. സോ ക്ലിയർലി ദിസ് ഈസ് ദ പെർട്ടർബ്ഡ് പാർട്ട് ഓഫ് ദി ഹാമിൽട്ടോണിയൻ. അപ്പോൾ പെർട്ടർബ്ഡ് പാർട്ട് ഓഫ് ഹാമിൽട്ടോണിയൻ കിട്ടി. ദിസ് ഈസ് ഫൗണ്ട് ടു ബി ഇ ബൈ എം സി ഇൻറ്റു എ ഡോട്ട് പി. വിൽ ബി മോഡിഫൈയിങ് ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് സ്ലൈഡ്. സോ എച്ച് പ്രൈം ഈക്വൽ ടു മൈനസ് ഇ ബൈ എം സി ഇൻറ്റു എ ഡോട്ട് പി. ഇനി യൂണിഫോം ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ആവുന്ന സമയത്ത് ദിസ് ഈസ് എ സ്റ്റാൻഡേർഡ് റിലേഷൻ ദാറ്റ് യു മൈറ്റ് ഹാവ് സോൾവ്ഡ് ഇൻ ഇലക്ട്രോ ഡൈനാമിക്സ് ഡ്യൂറിങ് യുവർ ഫസ്റ്റ് സെമസ്റ്റർ. എ ഈക്വൽ ടു ഹാഫ് ബി ക്രോസ് ആർ. ഇത് വേണമെങ്കിൽ ഒരു അസൈൻമെൻ്റ് ആയിട്ട് നിങ്ങൾ എഴുതി വെക്കൂ. For uniform electric field, prove that V equal to scalar potential ആണ്. V equal to E dot R and A equal to ഇതാണ് പൊട്ടൻഷ്യലുകളും വെക്ടറുകളും തമ്മിൽ പൊസിഷൻ വെക്ടറിൻ്റെ ടേംസിലുള്ള റിലേഷൻഷിപ്പ്, ഐ മീൻ ഫീൽഡുകളും തമ്മിൽ. സ്കാലാർ തിരിച്ചുള്ളത് നിങ്ങൾക്കറിയാം, ഇ ഈക്വൽ ടു മൈനസ് ഗ്രാഡ് വി ആണ്. ഇവിടെ വി ഈക്വൽ ടു ഇ ഡോട്ട് ആർ, ഇത് ആറാണ് പൊസിഷൻ വെക്ടർ ആറ്. എ ഈക്വൽ ടു ഹാഫ് ബി ക്രോസ് ആർ. ഇത് രണ്ടും ഒരു അസൈൻമെന്റ് ആയിട്ട് വെക്കും. പ്രൂവ് ദാറ്റ് ഫോർ യൂണിഫോം ഫീൽഡ് വി ഈക്വൽ ടു ഇ ഡോട്ട് ആർ ആൻഡ് എ ഈക്വൽ ടു ഹാഫ് മോഡുലസ് ബി ക്രോസ് ആർ. So we replace here a by means of half b cross r. Then this becomes minus e by 2mc, e2 ഇങ്ങോട്ട് എടുത്തു, b cross r dot p. This is in fact the box product or scalar triple product of b, r and p. അപ്പോൾ ഈ STPക്ക് സ്കാലാർ ട്രിപ്പിൾ പ്രോഡക്റ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. അതിലെ ഡോട്ടും ക്രോസും ഇന്റർചേഞ്ച് ചെയ്താലും അതിൻ്റെ വാല്യൂവിന് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. നിങ്ങൾ എ ഡോട്ട് പിക്ക് പകരം പി ഡോട്ട് ആണ് എടുത്തതെന്നുണ്ടെങ്കിൽ ഇവിടെ വേറൊരു രീതിയിൽ വരും. അതിലും ഇതേ എക്സ്പ്രഷൻ തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ എ ഡോട്ട് പി എടുത്തോ പി ഡോട്ട് എ എടുത്തോ പോകാം. സോ ഇതിലെ ഡോട്ടും ക്രോസും ഇന്റർചേഞ്ച് ചെയ്താൽ ക്രോസ് ഉള്ളയിടത്ത് ഡോട്ട് ഇടണം, ഡോട്ട് ഉള്ളയിടത്ത് ക്രോസ് ഇടണം. ദെൻ ദിസ് ബിക്കംസ് ബി ഡോട്ട് ആർ ക്രോസ് പി. ദാറ്റ് ഈസ് മൈനസ് ഇ ബൈ 2mc ഇൻറ്റു എച്ച് ക്രോസ് കൊണ്ട് ഞാൻ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തു. ഈ എച്ച് ക്രോസ് ബൈ 2mc എന്നുള്ളത് ഒരു പ്രത്യേക കോൺസ്റ്റൻ്റ് ആണെന്ന് എനിക്കറിയാം. ആ കോൺസ്റ്റൻറ്റിൻ്റെ അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇൻറ്റു ബി ഡോട്ട് ആർ ക്രോസ് പി ഈസ് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം. ആർ പൊസിഷൻ വെക്ടറും പി ഇലക്ട്രോൺ, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിൻ്റെ ലീനിയർ മൊമെൻറ്റം ആണെങ്കിൽ ആർ ക്രോസ് പി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം എൽ ആണ്. So this is B dot L. Now EH cross by 2mc is the Bohr magneton. It is in fact one unit of angular momentum. One unit of magnetic momentum. Mu B എന്ന് പറയുന്നത് EH cross by 2mc. So this is the Bohr magneton of electron.
അപ്പോൾ ഇതിനെ മ്യൂ ബി എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തു. ഡിവൈഡഡ് ബൈ എച്ച് ക്രോസ് ഇൻറ്റു ബി ഡോട്ട് എൽ ഈസ് ബി എൽ കോസ് തീറ്റ. എൽ കോസ് തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസഡ് ഡിറക്ഷനിൽ ബി മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഇസഡ് ഡിറക്ഷനിലാണല്ലോ എടുത്തത്. അപ്പോൾ എൽ കോസ് തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആംഗുലാർ മൊമെൻറ്റത്തിന് ഇസഡ് ഡിറക്ഷനിലുള്ള കോമ്പോണൻ്റ് ആണ്. ദാറ്റ് ഈസ് എൽ സെഡ്. Then the perturbed part of Hamiltonian becomes minus mu b b Lz divided by h cross. ഇതിലെ ബി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ആകെ ഒരു വെക്ടർ ഓപ്പറേറ്റർ ഇനിയുള്ളൂ, ദാറ്റ് ഈസ് എൽ സെഡ്. അതിൻ്റെ ഐഗൻ വാല്യൂ ഇക്വേഷൻ ഓൾറെഡി നമുക്ക് അറിയാം. സോ വി നൗ ഹാവ് ഇവാലുവേറ്റഡ് ദി പെർട്ടർബ്ഡ് പാർട്ട് ഓഫ് ദി ഹാമിൽട്ടോണിയൻ. അപ്പോൾ ഇനി n ഈക്വൽ ടു 2 സ്റ്റേറ്റിൽ ഇത് എസ് ആയിട്ട് ചോദിച്ചാൽ n ഈക്വൽ ടു 2 സ്റ്റേറ്റും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആദ്യമേ പറയണം. രണ്ട് മെയിൻ എനർജി ലെവൽ 2 ആവുന്ന സമയത്ത് സബ്ഷെൽ ഏതൊക്കെയാണ്, അപ്പോൾ ഓർബിറ്റൽസ് ഏതൊക്കെയാണ്, ഏതാണ് ഫോർ ഫോൾഡ് ഡീജനറസി, അതിനെങ്ങനെ 210 21 -1 200 210 21 + 1 ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആദ്യമേ പറയണം. നമ്മൾ സ്റ്റാർക്ക് ഇഫക്റ്റിൽ പറഞ്ഞുകൊണ്ട് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ മാട്രിക്സ് എലമെന്റ് മുഴുവൻ കണ്ടുപിടിക്കണം, എന്നിട്ട് അതിനെ ഡയഗണലൈസ് ചെയ്യണം. എന്നാൽ ഈ ഒരു കേസിൽ ഓൾറെഡി ഈ മാട്രിക്സ് ഡയഗണൽ ആയിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ പിന്നെ അതിനെ പ്രത്യേകിച്ച് ഡയഗണലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഏതെങ്കിലും ഒരു ജനറൽ മാട്രിക്സ് എലമെന്റിന്റെ ഫോർമാറ്റ് എടുത്തിട്ട് പിന്നെ അങ്ങ് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. സോ വി നൗ കൺസിഡർ ദി മാട്രിക്സ് റെപ്രസെന്റേഷൻ ഓഫ് ദിസ് ഓപ്പറേറ്റർ. മാട്രിക്സ് എലമെന്റ് ENLM or first order correction in energy ENLM will be equal to scalar product n prime L prime m prime h prime minus mu b b Lz by h cross ket NLM. Now here mu b b by h cross are constants that are taken out. What remains is Lz operating over ket NLM. That is the eigenvalue equation for z component of orbital angular momentum, which is mh cross ket NLM. അപ്പോൾ ഇതിനെ mh cross എന്ന് റീപ്ലേസ് ചെയ്യുന്നു നെക്സ്റ്റ് സ്റ്റെപ്പിൽ. Lz ഓപ്പറേറ്റിംഗ് ഓവർ ket NLMനെ mh cross ket NLM എന്ന് എഴുതി ആ mh crossും പുറത്തെടുക്കാം. സോ h cross vanishes. This becomes minus m mu b b. പിന്നുള്ളത് സ്കാലാർ പ്രൊഡക്റ്റ് n prime L prime m prime NLM. ഇവിടെ NLM അല്ലെങ്കിൽ n prime L prime m primeന്റെ വാല്യൂസ് ഈ 200 211 21 -1 ഇതൊക്കെ ആയിട്ട് മാറ്റിയിട്ട് 16 മെട്രിക്സ് എലമെന്റ് ആണ് ഉണ്ടായിരിക്കുക. അത് ഓൾറെഡി വി വിൽ ഷോ ദാറ്റ് ഹിയർ ദിസ് വിൽ ബി ഡയഗണൽ മെട്രിക്സ് ഓൾറെഡി. അപ്പോൾ ഇത് നോർമലൈസ്ഡ് ഓർത്തോ നോർമൽ ഐഗൻ വെക്ടേഴ്സിന്റെ സ്കലാർ പ്രൊഡക്റ്റ് ആണ്. ദാറ്റ്സ് ഈക്വൽ ടു ക്രോണേക്കർ n prime n, ക്രോണേക്കർ L prime L, ക്രോണേക്കർ m prime m. അപ്പോൾ ഈ മെട്രിക്സ് എലമെന്റ് അവശേഷിക്കണം എന്നുണ്ടെങ്കിൽ n പ്രൈമും n ഈക്വൽ ആവണം, L പ്രൈമും L ഈക്വൽ ആവണം, m പ്രൈമും m ഈക്വൽ ആവണം. ഇത് ഡയഗണൽ എലമെന്റ്സിന്റെ കേസിൽ മാത്രമേ ഈക്വൽ ആവുള്ളൂ. അപ്പോൾ ഇതിനെ മാട്രിക്സ് റെപ്രസെന്റേഷൻ എഴുതിയാൽ തന്നെ ഡയഗണൽ എലമെന്റ്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, ബാക്കി എല്ലാ എൻട്രീസും സീറോസ് ആയിരിക്കും. അപ്പോൾ ഓൾറെഡി മാട്രിക്സ് ഡയഗണൽ മാട്രിക്സ് ആണ്. ഡയഗണൽ മാട്രിക്സ് ആണ് എങ്കിൽ അതിൻ്റെ ഐഗൻ വാല്യൂസ് that will be equal to the diagonal elements itself. ഡയഗണൽ മാട്രിക്സിന്റെ ഐഗൻ വാല്യൂസ് അതിന്റെ ഡയഗണൽ എലമെന്റ്സ് തന്നെ ആയിരിക്കും. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ മാട്രിക്സ് എഴുതി ഇതിനെ ഡയഗണലൈസ് ചെയ്ത എനർജി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ആ ഐഗൻ വാല്യൂസ് ഈ ഡയഗണൽ എൻട്രീസ് തന്നെയാണ്. അപ്പോൾ ഡയഗണൽ എൻട്രീസ് ഏതൊക്കെയാണ് വരുന്നുണ്ടാവുക, അത് നമ്മൾ ഈ വെക്ടേഴ്സ് വെച്ചിട്ട് എടുക്കണം. 211 200 210 21 -1 വെച്ചിട്ട് എടുക്കണം. അപ്പോൾ ഇനി അതിന് കറസ്പോണ്ടിങ് ആയ നോൺ സീറോ മെട്രിക്സ് എലമെന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് മെട്രിക്സ് എലമെന്റ് വരുന്നത് 200 വെച്ചിട്ടാ അല്ലെങ്കിൽ 211 വെച്ചിട്ടാണ് ഞാൻ കാണുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ ഈ കറക്ഷൻ വരുന്നുണ്ടായിരിക്കുക 211, m പ്രൈം എമ്മിന്റെ വാല്യൂ 1. ഈ m ആണ് നമ്മൾ അവിടെ വെക്കേണ്ടി വരുന്നത്. അപ്പോൾ 1 എന്ന് വന്നു. mu b b minus mu b b into 1, that is minus mu b b. മാഗ്നിറ്റ്യൂഡ് ആയിട്ടാണ് ഞാൻ എഴുതുന്നത്. ഓൾറെഡി ഈ E0 എന്ന് പറയുന്നത് നെഗറ്റീവ് ആണല്ലോ, ഇതും നെഗറ്റീവാണ്. രണ്ടും കൂടെ കൂട്ടിയതായിട്ട് മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് ഞാൻ റെപ്രസെന്റ് ചെയ്തേക്കുന്നത് ഇവിടെ. അപ്പോൾ ആ എനർജി E0 ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി -13.6/4 ആണ്, പ്ലസ് മാഗ്നിറ്റ്യൂഡ് mu b b എന്ന് വരും. ഈ 200 210 ആവുന്ന സമയത്ത് എമ്മിന്റെ വാല്യൂ 0 ആണല്ലോ, അപ്പോൾ അതിൽ കറക്ഷൻ ഉണ്ടായിരിക്കില്ല. ഈ എനർജി കറക്ഷൻ 0 ആയിട്ട് പോകും. 21 -1 ആവുന്ന സമയത്ത് ഈ എനർജി minus mu b b into -1 എന്ന് വരും, പ്ലസ് mu b b ആവും. മാഗ്നിറ്റ്യൂഡിൽ എഴുതുമ്പോൾ അത് E0 minus mu b b എന്ന് വരും. അപ്പോൾ ഈ എനർജി സ്റ്റേറ്റ് ഫീൽഡിന്റെ ആബ്സെൻസിൽ ഒറ്റ സ്റ്റേറ്റ് ആയി നിന്നത് ഫീൽഡിന്റെ പ്രസൻസിൽ
മൂന്നായിട്ട് പിരിഞ്ഞു, ശരിക്കും രണ്ടായിട്ട് പിരിഞ്ഞു. 200 210 ഇത് സ്റ്റാർക്ക് ഇഫക്റ്റിൽ സ്പ്ലിറ്റ് ചെയ്ത ലൈനുകളാണ്. ഇവിടെ അത് സ്പ്ലിറ്റ് ചെയ്തിട്ടില്ല, ഡീജനറസി റീപ്ലേസ് ചെയ്തിട്ടില്ല.